ജൂൺ 28 വിശുദ്ധ ഇരണേവൂസ് സഭാപിതാവ്. ജനനം AD 130 സ്മർണയിൽ, മരണം AD 202 ഫ്രാൻസിൽ. ഇരണേവൂസ് ഏഷ്യ മൈനറിൽ ജനിച്ച ഒരു ഗ്രീക്കുകാരനാണ്. സ്മിർണയിലെ ബിഷപ്പായിരുന്ന പോളികാർപ്പിൻ്റെ കീഴിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം. തന്നിമിത്തം അദ്ദേഹം ദൈവശാസ്ത്രത്തിൽ അതുല്യ പാണ്ഡിത്യം സമ്പാദിച്ചു. അപ്പസ്തോലന്മാരുടെ ശിഷ്യനായ പപ്പിയാസിൻ്റെ ഒരു ശിഷ്യനും കൂടിയായിരുന്നു ഇരണേവൂസ്. അതിനാൽ പാണ്ഡിത്യത്തിലും വിശുദ്ധിയിലും ഇരണേവൂസ് ഒന്നുപോലെ വളർന്നു വന്നു. വിജാതീയരുടെ തത്വങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതനെന്നാണ് തെർത്തുല്യൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. തൻ്റെ സംശയങ്ങളിൽ വിശുദ്ധ ജെറോം ഇരണേവൂസിൻ്റെ പുസ്തകങ്ങളാണ് ആശ്രയിച്ചിരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ള പണ്ഡിതനും വാഗ്മിയുമെന്ന് വിശുദ്ധ എപ്പിഫാനൂസ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. കത്തോലിക്ക ദൈവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. സമാധാനത്തെ സ്നേഹിക്കുന്നവൻ എന്നാണ് ഇരണേവൂസ് എന്ന പേരിൻ്റെ അർത്ഥം. ഇരണേവൂസ് പൗരോഹിത്യം സ്വീകരിച്ച ശേഷം ഗോളിലെ ഒരു പ്രധാന കേന്ദ്രമായ ലിയോൺസിലേക്ക് പോയി. 177 വിശുദ്ധ പോത്തിനൂസിൻ്റെ പിൻഗാമിയായി ലിയോൺസിലെ രണ്ടാമത്തെ മെത്രാനായി നിയമിക്കപ്പെട്ടു. അവിടെ ഗ്നോറ്റിക് പാഷണ്ഡതക്കാരും വലന്റീനിയന്മാരും ധാരാളമുണ്ടായിരുന്നു. പാഷണ്ഡതകൾക്കെതിരായ 5 ഗ്രന്ഥങ്ങൾ ഇവരെ ഉദ്ദേശിച്ച് എഴുതിയതാണ്. അവയുടെ ഗ്രീക്ക് മൂലം മിക്ക ഭാഗവും നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശൈലി ലളിതസുന്ദരമായിരുന്നുവെന്ന് വിശുദ്ധ ജെറോം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ലത്തീൻ പരിഭാഷയാണ് ഇപ്പോഴുള്ളത്. വലന്റീനിയൻ പാഷണ്ഡതയ്ക്കെതിരായി ഇരണേവൂസ് 8 പുസ്തകങ്ങൾ എഴുതി. അങ്ങനെ ലിയോൺസിലെ പാഷണ്ഡികളെയെല്ലാം തന്നെ അദ്ദേഹം ക്രിസ്തുമതത്തിലേക്ക് ആനയിച്ചു. അങ്ങനെ സമാധാനം വാഴുമ്പോഴാണ് സെവേരൂസ് ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരായി മർദ്ദന വിളംബരം ഇറക്കിയത്. 202 മറ്റ് അനേകം ക്രിസ്ത്യാനികളോടുകൂടെ ഇരണേവൂസ് രക്തസാക്ഷിത്വം വരിച്ചു. വചനം റോമ 16:20 സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വിചിന്തനം. വിശുദ്ധ ഇരണേവൂസ് തൻ്റെ ജീവിതം കൊണ്ട് അനേകർക്ക് മാതൃക നൽകി. തൻ്റെ ഓരോ പ്രവൃത്തിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അദ്ദേഹം എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. 1-2 പേരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടാകും. ഒരു സമൂഹത്തെ പ്രസംഗം കൊണ്ടും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ സാധിക്കും. എന്നാൽ അനേകം തലമുറകൾക്ക് വേണ്ടി അദ്ദേഹം എഴുതി സൂക്ഷിച്ചതും വിവർത്തനം ചെയ്തതുമായ എത്രയോ വലിയ കാര്യങ്ങളാണ് ഇന്നും ഈ കാലഘട്ടത്തിൽ സഭാപിതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുവാൻ ഇടയാക്കി തീർത്തത്. അതോടൊപ്പം വ്യക്തിജീവിതങ്ങളിലും കുടുംബങ്ങളിലും സഭയിലും സമൂഹത്തിലും ഏതെങ്കിലും വിധത്തിലുള്ള പൈശാചിക ആക്രമണങ്ങൾ ഉണ്ടായാൽ നാം ഓടിമാറുകയല്ല വേണ്ടത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് അവയെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന മാതൃകയും അദ്ദേഹം നൽകുന്നു. ദൈവത്തിരുമനസ്സിനാൽ നമ്മുടെ ജീവിതം രക്തസാക്ഷിത്വത്തിന് വേണ്ടി നീക്കിവെക്കപ്പെട്ടതാണെങ്കിൽ അത് നമ്മുടെ തലമുറകൾക്കും നമ്മുടെ സമൂഹത്തിനും മാതൃകയായി തീരുമാറുമാകട്ടെ. അങ്ങനെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാം ഈ ജീവിതം കൊണ്ട്.